ഇന്നത്തെ അറിയിപ്പുകൾ. 5 വർഷത്തിനിടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ കേരളം ചെലവഴിച്ചത് 56,904 കോടി രൂപ. ആഭ്യന്തര ഉൽപ്പാദനത്തിലെ പരിമിതിയും വൈദ്യുതി ആവശ്യകതയിലെ വർധനയും തുടരുന്നതിനിടെ വരും കാലത്ത് പവർ പർച്ചേസ് ചെലവ് വീണ്ടും ഉയരാനുള്ള ആശങ്കയും ശക്തമാണ്. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ പുറമേ നിന്നുള്ള വൈദ്യുതി വാങ്ങലിനെ ആശ്രയിക്കുന്നത് തുടരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇതിനായി ചെലവഴിച്ചത് 56,904 കോടി രൂപയാണ്. ഉപയോക്താക്കൾക്കും വൈദ്യുതി ബോർഡിനും വൻ ചെലവും നഷ്ടവും വരുത്തിവെക്കുന്നതാണ് പുറമേ നിന്നുള്ള വൈദ്യുതി വാങ്ങൽ. സംസ്ഥാനത്ത് വൈദ്യുതി ലഭിക്കുന്നത് കേന്ദ്രവിഹിതം, ആഭ്യന്തര ജലവൈദ്യുതോൽപാദനം, സൗരോർജ്ജം, പവർ പർച്ചേസ് എന്നിങ്ങനെയാണ്. ഇതിൽ കേന്ദ്രവിഹിതവും കേരളത്തിന്റെ ജലവൈദ്യുതോൽപാദനവും 1600 മെഗാവാട്ട് വീതമാണ്. വൈദ്യുതി ബോർഡിന്റെ സൗരോർജ്ജ പ്ലാന്റുകൾ, പുരപ്പുറ സൗരോർജ്ജം എന്നിവയിൽ നിന്ന് 2200 മെഗാവാട്ടും കിട്ടും. ഇതിനു പുറമെയാണ് അടിയന്തര സാഹചര്യങ്ങൾ ഉൾപ്പെടെ പുറമേ നിന്ന് വൻവിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത്. 2023-24 12,982 കോടി രൂപയായിരുന്ന പവർ പർച്ചേസ് ചെലവ് 2024-25 12,749 കോടിയായും 2025-26 11,399 കോടിയായും കുറഞ്ഞു. ഇത്തവണ മഴ കുറഞ്ഞ് ഡാമിൽ വെള്ളമില്ലാത്തതും എൽനിനോ പ്രതിഭാസം കാരണം വേനൽ കടുപ്പമേറാൻ സാധ്യതയുള്ളതിനാലും പവർ പർച്ചേസ് ഉയർന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തിയേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTCയുടെ ബിസിനസ് ക്ലാസ് സർവീസിന് വൻ സ്വീകാര്യത. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് റൂട്ടിലേക്കുള്ള യാത്രയ്ക്ക് 671 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ സർവീസ് യാത്രക്കാരുടെ ഇടയിൽ സൂപ്പർ ഹിറ്റാകുന്നു. തിരുവനന്തപുരം എറണാകുളം റൂട്ടിലാണ് സർവീസ്. 671 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് സർവീസ്. പ്രീമിയം റീക്ലൈനിംഗ് സീറ്റുകൾ, ഓരോ സീറ്റിലും എന്റർടൈൻമെന്റ് സംവിധാനം, സൗജന്യ വൈഫൈ, മൊബൈൽ ചാർജിംഗ് സൗകര്യം എന്നിവയാണ് പ്രധാന പ്രത്യേകതകൾ. മാത്രമല്ല, മിനി റെഫ്രിജറേറ്ററും കോഫി മേക്കറും ഉൾപ്പെടെ പാൻട്രിയും ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കിടെ ഉപയോഗിക്കാവുന്ന ഓൺബോർഡ് ടോയ്ലറ്റും ബസ് ഹോസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. രാവിലെ 5:30 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ബസ് 9:45 എറണാകുളത്തെത്തും. വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്ന് തിരിച്ച് രാത്രി 9:45 തിരുവനന്തപുരത്തെത്തുന്ന തരത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.